നമ്മുടെ നാട്ടിൽ രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. ഒന്ന്, ജനാധിപത്യ രീതിയിൽ 1.25 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് ഷാഫിയെ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. ഞങ്ങളല്ല വടകരക്കാർ തെരഞ്ഞെടുത്തത്. 1.25 ലക്ഷം നിസ്സാരമല്ല. ഇപ്പോഴും ആ പരാജയം സമ്മതിക്കാൻ ശൈലജ ടീച്ചർക്കും CPM-നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒന്നാമത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ CKM കോളേജ് എന്ന് പറയുന്നത് SFIയുടെ അപ്രമാദിത്വത്തിൽ കഴിഞ്ഞിരുന്നൊരു കോളേജായിരുന്നു CKM എന്ന് പറയുന്ന കോളേജ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പേരാമ്പ്രയിലെ കോളേജ് കഴിഞ്ഞ 40 വർഷമായി SFIയുടെ കുത്തകയായിരുന്നു ആ യൂണിയൻ. അത് നമ്മുടെ KSUവും അതുപോലെ തന്നെ നമ്മുടെ ലീഗിന്റെ വിദ്യാർത്ഥി സംഘടന കൂടി സംയുക്തമായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ആ ഒരു കോളേജ് വിളിക്കും. ഈ പ്രാവശ്യം UDF-ന്റെ വിദ്യാർത്ഥി സംഘടനകളാണ് അധികാരത്തിൽ. കാരണം ഇവരുടെ ജനദ്രോഹ നയങ്ങൾ കണ്ട് മടുത്ത് ചെറിയ കുട്ടികൾ പോലും അത്രമാത്രം ജനദ്രോഹ നയങ്ങളാണ്. ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇവിടെ ശബരിമല വിവാദം ആര് വിചാരിച്ചാലും അത് ശ്രദ്ധ തിരിക്കാനൊന്നും കഴിയത്തില്ല. മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം? വിശ്വാസികളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഒരു സംഭവമാണ്. ഒന്നാം പിണറായി സർക്കാർ എന്താണ് ചെയ്തത്? ഇവിടെ എന്താണ് ഒന്നാം പിണറായി സർക്കാർ വിശ്വാസികളോട് ചെയ്തത്? എന്താണ് അവർ ചെയ്തത്? ഇവിടെ അരവണ വാങ്ങിക്കാനൊക്കത്തില്ല. ശബരിമല പോയി അപ്പം കൗണ്ടർ അടച്ചു, അവിടുത്തെ സദ്യാലയം അടച്ചു, കുടിവെള്ളം പോലും കിട്ടാതെ അയ്യപ്പന്മാരെ വൃത്തികെട്ട പോലീസിനെ ഞങ്ങൾ മറന്നിട്ടില്ല. അവിടെ ചെറിയ അയ്യപ്പന്മാര് ചെറിയ കുട്ടികളെയൊക്കെ ലാത്തി കൊണ്ട് കുത്തി ഓടിച്ച ഒരു സാഹചര്യം. അതുപോലെ തന്നെ ആക്ടിവിസ്റ്റിനെ കയറ്റിയില്ല, ഇവിടെ മാവോയിസ്റ്റുകളെ കയറ്റിയില്ല ശബരിമലയിൽ. അതുപോലെ തന്നെ വൃത്തികെട്ട പെണ്ണുങ്ങളെ വേഷം മാറി ഒരു വ്രതമെടുക്കാതെ ഒന്നും ചെയ്യാതെ വൃത്തികേടിലും വൃത്തികെട്ട പെണ്ണുങ്ങളെ ശബരിമലയിൽ കയറ്റി ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഒരു സർക്കാർ. അത് ഞങ്ങൾ മറന്നിട്ടില്ല, ഇവിടുത്തെ വിശ്വാസികൾ മറന്നിട്ടില്ല. രണ്ടാം പിണറായി സർക്കാർ ദേവസ്വം ബോർഡ് ഭരിച്ച പത്മകുമാർ എന്തിനാ യോഗദണ്ഡ് അവന്റെ മോനെ കൊടുത്തത്? ഈ പത്മകുമാറിന്റെ മോനെ യോഗദണ്ഡ് കൊടുക്കുന്നു. എല്ലാം പൂശല, പൂശി കിലോ കണക്കിന് സ്വർണ്ണം അടിച്ചു മാറ്റി. 3 ഗ്രാം സ്വർണ്ണം ഇവന്മാർക്ക് നഷ്ടമായത്. ഇവന്മാർക്ക് നഷ്ടമായ സ്വർണത്തിന്റെ മൂല്യം എത്ര? 3 ഗ്രാം സ്വർണത്തിന് പൂശിയിട്ട് ബാക്കി ദ്വാരപാലകന്റെ ശില്പങ്ങളും അതുപോലെ തന്നെ ശ്രീകോവിലിന്റെ ശില്പങ്ങളും സ്വർണത്തിൽ പൂശിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണത്തിൽ പൂശിയതെല്ലാം അടിച്ചു മാറ്റി പുറത്തു കൊണ്ടുപോയി നിസാരമായി 2-3 ഗ്രാം സ്വർണം പൂശിയിട്ട് കൊണ്ട് ശബരിമലയിൽ ചെയ്തു. വിശ്വാസികൾ ഇത് എങ്ങനെ മറക്കും? നമ്മൾ ശബരിമല അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പോ, ഇവർക്ക് ഇതിന്റെ കൂലി കൊടുക്കണേ ശരണമെന്റെ അയ്യപ്പോ എന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്തൊരാർത്തിയ ഭരണം മുടിച്ചു കേരളം നശിപ്പിച്ച സർക്കാരാണിത്. ഇനി ഇതിൽ കൂടുതൽ എന്താ മുടിപ്പിക്കാനുള്ളത്? സമസ്ത മേഖലയും പരാജയം. വിദ്യാഭ്യാസ മന്ത്രി പറയാതിരിക്കാൻ നല്ലത്. വിദ്യാഭ്യാസ മേഖല തകർന്നു, സാംസ്കാരിക മേഖല തകർന്നു, സമസ്ത മേഖലകളും തകർന്നു. ജനങ്ങൾ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞു. ഇന്ന് ഇഡി എന്തിനു വേണ്ടിയാ? അയ്യോ, തിരക്ക് സംഘമാണ്. ഇപ്പൊ ഫേസ്ബുക്ക് എടുത്ത തിരക്ക് സംഘം, കുറുവ ഫാമിലിയാണ് ഇത് കേരളം ഭരിക്കുന്നത്. ഈ കുറുവ ഫാമിലി മുഴുവൻ കേരളത്തിന്റെ ഖജനാവ് മുഴുവൻ കൊള്ളയടിച്ച് കാനഡയിൽ പോവാ. കാനഡയെ വീട് വെച്ച് കഴിഞ്ഞു പിണറായി വിജയൻ. ഇപ്പൊ പോകും കാനഡയിൽ വീട് വെച്ച് സുഖമായിട്ട് കഴിഞ്ഞു. അത് ലാവ്ലിൻ കേസും 100 കോടിക്കണക്കിന്. ഇത്ര ആർത്തിയുണ്ടോ മന്ത്രിമാർക്ക്? ഇത്ര ആർത്തിയുണ്ടോ പിണറായി വിജയന്? കേരളത്തെ കൊള്ളയടിച്ച് ഖജനാവ് കൊള്ളയടി സംഘമാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന് ഇങ്ങനെ ഞങ്ങൾ ഓർക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, SP ഉണ്ട്. SP ആരാ? SP ബൈജു. എന്താ പറഞ്ഞത്? ബൈജു SP ആണ്. അതുപോലെ തന്നെ സുനിൽ DYSP ആണ്. ഇവരൊക്കെ എന്താ പറയാ? പോലീസുകാർക്ക് നാണമുണ്ടോ കള്ളം പറയാൻ, വൃത്തികേട് പറയാൻ? സോഷ്യൽ മീഡിയ വ്യാപകമായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ഈ കള്ളത്തരം പറയാം. ഞങ്ങൾ രാത്രി ഒട്ടിട്ടേ ഇല്ലെന്നാ പറഞ്ഞത്. കണ്ടില്ലേ അടിച്ച് തകർത്ത കുഞ്ഞിന്. മാനവികത വേണം പോലീസിന്. ഞങ്ങൾക്കതാ പറയുന്നത്. മാനവികത വേണം പോലീസിന്. ഞങ്ങൾ ഗാന്ധിയന്മാരാ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ സ്പർശിക്കാൻ കഴിയാത്തത്. ഞങ്ങൾ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്ന, ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾ ഗാന്ധിയന്മാരായ പോലീസുകാർക്ക് അവിടെ കൈയും കൊട്ടി ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വന്നു. ഈ സ്ഥാനത്ത് DYFIയോ SFIയോ CPM-കാരാണെങ്കിൽ എന്തായിരിക്കാൻ ഇവിടെ സ്ഥിതി? എന്താണ് സ്ഥിതി? നിങ്ങളുടെ അറിയോട് തല്ലി പൊട്ടിക്കോമാര്. അത്രമാത്രം അക്രമരഹിത സകല സമരമുറയിലൂടെ പേരാമ്പ്രയിൽ നടത്തിയ ആ സമരത്തെ അടിച്ചമർത്തി ഷാഫിയുടെ രക്തം ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പകരം ചെയ്യും. മഹിളാ കോൺഗ്രസ് അതിന്റെ പിന്നിലുണ്ട്, യൂത്ത് കോൺഗ്രസ് അതിന്റെ പിന്നിലുണ്ട്, കോൺഗ്രസ് അതിന്റെ പിന്നിലുണ്ട്. ഇത്രയും വൃത്തികേടോ കാണിക്കുന്നത്? സമരങ്ങളെ ചോരയിൽ മുക്കി കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടേ ഉള്ളൂ. അയ്യോ, ആ ചോര കണ്ടിട്ട് ഞങ്ങൾ അമ്മമാരൊക്കെ കരഞ്ഞുപോയി.
ആ പൊന്നുമോന്റെ മൂക്കിൽ കൂടെ വന്ന ബ്ലഡ്. ഒരു ദണ്ഡി, ഞാൻ അധ്യാപിക, എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു വൃത്തികെട്ട ദണ്ഡി എന്താ പറഞ്ഞത്? ചോപ്പ് കുപ്പിമഷി ഒഴിച്ച് കലക്കി ഒഴിച്ചാണ്. എന്താ ഇത്? മെഡിക്കൽ ബുള്ളറ്റിൻ കണ്ടില്ലേ നിങ്ങളെല്ലാവരും? മഷി വെച്ചാണോ അത്? മെഡിക്കൽ ബുള്ളറ്റിൻ പിന്നെ ബേബി മെമ്മോറിയലിൽ പുറത്തു വന്ന എന്താ അവിടെ? പാലം 2 തകർന്നു, ശസ്ത്രക്രിയ ചെയ്തു. ആ 3 തലയ്ക്കടിച്ച്, മുഖത്തടിച്ച്, നെഞ്ചിനടിച്ച് ചവിട്ടി. ഒരു ജനപ്രതിനിധിയാ. അപ്പൊ സാധാരണക്കാരായ ഞങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? നമ്മളെ പോലുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും? ഓർത്തോ പോലീസേ, SP ഓർത്തോ, DYSP ഓർത്തോ. ഇതിന് പകരം എന്നും CPM. അയ്യോ, ബംഗാളിലെ സ്ഥിതി കണ്ടില്ലേ? പരിച്ച് അതേ സ്ഥിതിയാകാൻ പോവാ കേരളത്തിൽ. ഇനി CPM കേരളത്തിന്റെ നിയമസഭ കാണില്ല. CPM അല്ല, CPM അല്ല, CJP. ഈ CJP ഇനിയും കേരളത്തിന്റെ നിയമസഭ കാണില്ല. ഓർത്തോ. അത്രമാത്രം വിഷമവും വേദനയും സങ്കടവും ഉണ്ട്. അവസാനിപ്പിക്കുക. പറയാൻ ഇഷ്ടം പോലുണ്ട്. ഇവരുടെ വൃത്തികേടുകൾ, ഇവരുടെ തോന്നിയവാസം ഞങ്ങൾക്ക് പറയാനുണ്ട്. അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തിന്, ഈ ഒരു ധർണാ സമരത്തിന് കേരള പ്രദേശ് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ടത്.